ഭക്തിയിലും ഇടപെടലിലും എല്ലാം ഉണ്ടാകണം. ഇങ്ങനെ ഒരു അടിസ്ഥാനം ഇസ്ലാം പഠിപ്പിച്ചു. ആ അടിസ്ഥാനവുമായി ബന്ധപ്പെട്ട മദീനയിലെ മുസ്ലിം സമുദായത്തിന് മുന്നിൽ ചള്ള പറയാം, നിങ്ങൾ സത്യവിശ്വാസികൾ കാഫിരീങ്ങളെ കൂടെ കൂടുമ്പോൾ ശ്രദ്ധ വേണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ സത്യവിശ്വാസികൾ കാഫിരീങ്ങളെ കൂടെ കൂടുമ്പോൾ ശ്രദ്ധ വേണം. നിങ്ങൾ വിശ്വാസികളെ വിട്ടിട്ട് അവരെ എല്ലാമായി കണ്ടുകൊണ്ട് അവരെ കൂടെ കൂടരുത്. അത് പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. മുഅ്മിനീങ്ങൾ സ്വീകരിക്കരുത് അൽ കാഫിരീന, കാഫിരീങ്ങളെ ഔലിയ ഉറ്റമിത്രങ്ങളും ആത്മബന്ധുക്കളുമായി മിൻ ദൂനിൽ മുഅ്മിനീന, മറ്റു മുഅ്മിനീങ്ങളെ കൂടാതെ. അപ്പൊ നിങ്ങളെ എതിർക്കുന്ന അവരാണ് കാഫിരീങ്ങൾ. നമ്മുടെ കുഴപ്പമെന്നറിയോ? നമ്മുടെ കുഴപ്പം മുസ്ലിം അല്ലാത്തവരൊക്കെ കാഫിറായി വിളിച്ച വൃത്തികേടും അന്ധങ്ങളും കാണിക്കുന്നവരാണ്. അപ്പൊ കാഫിർ പറയുമ്പോഴൊക്കെ നമ്മുടെ ആദ്യം എന്താ? നോൺ മുസ്ലിം. ഇതാണ് കുഴപ്പം. നമ്മൾ കാണിക്കുന്നത് ഖുർആനിന്റെ അന്യായം കാണിക്കുക. കാഫിറെന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് നോൺ മുസ്ലിം എന്ന. അത് നഅൂദുബില്ലാ, അതല്ല ഇസ്ലാമിൽ പറയുന്നത്. അതിനെ ഇസ്ലാം കാഫിറിന് ഉപയോഗിക്കില്ല. മറിച്ച് ഇസ്ലാമിനെ അറിഞ്ഞിട്ടും ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ അവരാണ് കാഫിറുകൾ. അവരോട് അവരെ നിങ്ങൾ ആത്മമിത്രങ്ങളായി ബന്ധുക്കളായി സ്വീകരിക്കരുത്. നോൺ മുസ്ലിമീങ്ങളെ നിങ്ങൾ ആത്മമിത്രങ്ങളായ ഉറ്റബന്ധുക്കളുമായി സ്വീകരിക്കരുത് എന്നാണ് ഈ പറഞ്ഞ അർത്ഥത്തിൽ. പ്രവാചകന് വേണ്ടി രഹസ്യമായി നടത്തിയ ഹിജ്റയാത്രയിൽ ഒരു നോൺ മുസ്ലിമിനെ വഴിയാത്രക്കാരെ സ്വീകരിക്കും. ബുദ്ധിയിലെ മുതലുകൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിക്കാൻ മുദ്ദിബിനാലിന് സഹായം ചെയ്തു. അത് നോൺ മുസ്ലിം അല്ലേ? എന്തിനാ അയാളെ സഹായം ചെയ്തത്? തായിഫിലേക്ക് സഹായം ചെയ്യുമ്പോൾ മുസ്ലിം ഉണ്ടായിട്ടായിരുന്നു അങ്ങോട്ട് പോയ ഒറ്റ മുസ്ലിങ്ങളുണ്ടോ അവിടെ? അവർ നോൺ മുസ്ലിംസ് അല്ലേ? അവരെ സഹായം പ്രതീക്ഷിച്ച് പോയതാ. പോയി കെഞ്ചി നോക്കിയില്ല. അപ്പൊ നോൺ മുസ്ലിം എന്നല്ല ഈ പറഞ്ഞത്. നമ്മൾ കാഫിർ എന്നതിന് നോൺ മുസ്ലിം അർത്ഥം കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് വലിയ ഇസ്ലാമിക പ്രവൃത്തിയാണ്. എന്ന് വേർതിരിച്ചിട്ട് പ്രയോഗിച്ചതിന് നമ്മുടെ മനസ്സിലെ സാമുദായിക അന്ധതയുടെ ഏറ്റവും വൃത്തികെട്ട നമ്മൾ ഇസ്ലാമിനെ ബലാത്കാരത്തിലല്ല, അതിലെ വിശാലത്തെ തകർത്ത് കളഞ്ഞത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയാൻ തോന്നിയത്. അത് പറയാനുണ്ട്. പത്രം വായിച്ചിട്ട് ഇവൻ എന്താ പറയുന്നത്? എന്താ പറയാ? ഒരാളുണ്ടായി 5 സഹോദരന്മാരെ മരിക്കുമ്പോ ഇവർ വായിച്ചിട്ടോ പഠിച്ചോ കാത്തുപോയി. എല്ലാം കേപ്പായി സന്തോഷം. അങ്ങനെ എന്നാൽ ബോംബ് പൊട്ടി 5 ആൾ മരിച്ച എല്ലാം മുസ്ലിമാണെന്ന് പറയും. അതും പറയും. അങ്ങനെയും പറയണ്ട. അപ്പൊ അങ്ങനെ വേദന ഉണ്ടെങ്കിൽ സന്തോഷത്തിൽ പോകണ്ടെന്നല്ലേ വേണ്ട. അപ്പൊ ഇങ്ങനെയല്ല അന്ധക്കനായി പറയുന്നത്. ഇവിടെ കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ അറിഞ്ഞിട്ടും ഇസ്ലാമിനെ എതിർക്കാൻ, നിഷേധിക്കാൻ, തകർക്കാൻ ഒരുപാട് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നവർ അവരുണ്ടായിരുന്നു. അന്ന് മക്കയിലുണ്ട്, മദീനയിലുണ്ട്, ഇന്നുണ്ട്. അവരെ നിങ്ങൾ കുറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. എന്താ കാരണം? അവരോട് നിങ്ങൾ കൂട്ടുകൂടുക, അവര് നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാ. നിങ്ങൾക്ക് ചോർത്തും. എന്ത് ചോർത്തും? നിങ്ങളെ രഹസ്യങ്ങളും. ഇസ്ലാമിന്റെ സമുദായം വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന സമുദായമല്ല. ഇസ്ലാമിക സമുദായം ഒരു ഉമ്മത്താണ്. ആ ഉമ്മത്തിനൊരു മിഷനുണ്ട്, ഒരു കൃത്യമായ ദൗത്യമുണ്ട്. അവർക്ക് അതിനൊരു മിഷനുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. അവർ അവരുടെ സ്വകാര്യതകളും അവരുടെ മുന്നിലുള്ള പ്രയാണത്തിൽ അവരുടെ തീരുമാനങ്ങളൊന്നും അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അത് ശത്രുവിന്റെ കയ്യിലെത്താൻ പാടില്ല. പ്രത്യേകിച്ച് മദീനകൾ നോക്കുക. അത് കേവലം ഒരു സമുദായം നമ്മളെ പോലെ ഓരോരുത്തർ തോന്നിയ പോലെ എന്തോ ചെയ്യുന്ന സമുദായം. അതൊരു സ്റ്റേറ്റാണ്. എന്താ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിർമ്മിതമായ അതിർത്തിക്കുള്ളിൽ ഒരു സമൂഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണക്രമത്തിന് കീഴിൽ നേതാവുകൾ നയിക്കപ്പെട്ടും അനുയായികൾ നയിക്കപ്പെട്ടും ജീവിക്കുന്ന ഒരു സംവിധാനം സ്റ്റേറ്റ് എന്ന് പറയാം. അതല്ല സ്റ്റേറ്റ് എന്ന് പറയാം. മദീന ഒരു സ്റ്റേറ്റാ. അപ്പൊ ആ മദീനയാകുന്ന ആ സ്റ്റേറ്റിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഉണ്ടല്ലോ, ഉണ്ട്. ആ രഹസ്യങ്ങൾ അപ്പുറത്തുള്ളവരും ചോർത്തിയെടുക്കാൻ അവസരം ഉണ്ടാകും. എങ്കിൽ ശ്രദ്ധിക്കണം. അതന്നെ വിഷയം. അത്രയും കൃത്യം മനസ്സിലാക്കുന്ന നിലപാട്. അങ്ങനെ വരുമ്പോ നിങ്ങൾ ഇസ്ലാമിന്റെ എതിരാളികളും ശത്രുക്കളുമായി നിൽക്കുന്നവരുമായി ആത്മബന്ധുത്വം സ്ഥാപിക്കുന്നു. അതിനർത്ഥം ബന്ധമേ പാടില്ലാതാണോ? അല്ല. അതാണ് തിരിച്ചറിയേണ്ടത്. ഇവിടെ ഔലിയ, വലിയ ഔലിയ, ഉറ്റമിത്രം, ആത്മബന്ധുത്വം, ഹൃദയത്തോട് സംബന്ധിക്കുന്ന ബന്ധത്തിനാണ് ആത്മബന്ധുത്വം എന്ന് പറയാം. അല്ലെങ്കിൽ സാധാരണ എന്താ പറയാ? നമ്മളെല്ലാം പറയില്ലേ അവരുടെ കുടുംബമൊക്കെ രക്ഷപ്പെട്ടാൽ
എപ്പോഴും വേണം മനുഷ്യരെ അകറ്റുക ഇസ്ലാം. ശത്രുവിനോട് പോലും ഇസ്ലാം മര്യാദ കാണിക്കുന്നു. മക്കയിൽ മദീനയിൽ ആയത്തിറങ്ങി ഈ സമൂഹവുമായി ജീവിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിൽക്കാൻ അനുവദിക്കാതെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരെയും പിന്നെ അവിടുന്ന് ആട്ടി ഓടിച്ച, അങ്ങനെ അവരെ മർദ്ദിച്ച പീഡിപ്പിച്ച അതേ വിഭാഗത്തിൽ മദീനയിൽ എത്തിയപ്പോൾ അവർ നിൽക്കാൻ സമ്മതിക്കാത്ത ആ വിഭാഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ റിലീഫ് ശേഖരിച്ച് കൊടുത്തയച്ചിട്ടുണ്ടല്ലോ. ശുദ്ധ കാപ്പി നിങ്ങൾ കൊടുത്തയച്ചില്ലേ? അതെന്താ? അത് മാനുഷിക ബന്ധം ശത്രുവിനോട് വേണം, ആത്മബന്ധം ശത്രുവിനോട് പാടില്ല. ഇത് ഒരു തിരിച്ച് മനസ്സിലാക്കിയ വലിയ ഉറപ്പാണ്. അപ്പോ എല്ലാ ഇസ്ലാമിന്റെ ശത്രുവിനോട് പോലും നമുക്ക് മാനുഷികമായ ബന്ധങ്ങൾ വേണം. എന്നാൽ ഇസ്ലാമിന്റെ ശത്രുവിനോട് നമുക്ക് ആത്മബന്ധം പാടില്ല. കാരണം മുസ്ലിം സമുദായം ഒരു സമൂഹമാണ്, ഒരു സ്റ്റേറ്റാണ്, ഒരു ഉമ്മത്താണ്. അതിൻ്റെതായ രഹസ്യങ്ങളും വിവരങ്ങളും ചോർത്തിയെടുക്കുന്ന അവസ്ഥയോളം നമ്മൾ അവർക്ക് വിധേയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് ആളുകൾ അങ്ങനെ വരെ വീണ് പോയാൽ അവരിലൂടെ എല്ലാം ചോർത്തിയെടുക്കുന്ന അവസ്ഥകളും. ഇത് രാഷ്ട്രം അഭിനയിക്കുന്ന കാര്യമില്ല. രാഷ്ട്രങ്ങളിൽ ചാരപ്പെടുന്നവരില്ലേ? രാഷ്ട്രങ്ങളിൽ ചാരപ്പെടുന്നവർ അവരെല്ലാം ചെയ്യാം. പ്രകൃതി ആരെങ്കിലും പിടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് സ്വകാര്യമായി വാങ്ങി അല്ലെങ്കിൽ അവന് പണം കൊടുത്ത് കരാറപ്പിച്ച് ആ കേന്ദ്രത്തിൽ വിവരങ്ങൾ ചോർത്തിയെടുക്കുക ചെയ്യാം. അത് വളരെ ഗുരുതരമായ കഠിന പാപവും കുറ്റവുമാണ്, രാജ്യദ്രോഹമാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ രഹസ്യം നോക്കുന്നവരെ രാജ്യദ്രോഹ കുറ്റമായി കണ്ട് വധശിക്ഷ വരെ കൊടുക്കുന്നത് രാഷ്ട്രങ്ങൾ. ആ സ്റ്റേറ്റിന്റെ സ്വകാര്യതകളും രഹസ്യങ്ങളും തന്ത്രങ്ങളും തന്ത്രപ്രധാന സ്ഥലങ്ങളും ഒന്നും പുറത്തു പോകാനും പാടില്ല. വലിയ മർമ്മ. അത് തന്നെയാണ് നിലപാട്. അപ്പൊ ആ നിലപാട് ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം നമ്മുടെ സമുദായത്തിന് ഇപ്പോൾ താല്പര്യം ഇത് വെച്ചിട്ട് നമ്മുടെ നോൺ മുസ്ലിങ്ങളുമായി ഒരു ബന്ധവും പാടില്ല എന്ന് സ്ഥാപിക്കാനാണ്. നഴുവുന്നില്ല. ഇവിടെ കാണുന്നു നമ്മൾ പോകുന്നത്. അപ്പോ ശത്രു തന്നെ അവന്റെ ലക്ഷ്യമുണ്ട്. അവന്റെ ലക്ഷ്യത്തിന് വേണ്ടി അവൻ ഏത് അവസ്ഥയിലും ഇടപെടും. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ നിലപാടെടുക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മുഅ്മിനീങ്ങളെ വിട്ട് ഈ നിഷേധികളായ ശത്രുക്കളോട് ഒരു പരിധിക്കപ്പുറത്ത് കൂട്ടുകൂടാൻ പാടില്ല. പരിധിക്കപ്പുറത്ത് കൂട്ടുകൂടാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ഒരവസരം അവരുമായിട്ടൊരു പരിധിയിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിലനിർത്താം. അതേതാ അവസരം? യഥാർത്ഥത്തിൽ തന്നെ നിങ്ങൾ അവരുടെ അക്രമത്തിൽ നിന്ന് രക്ഷ നേടാൻ പ്രത്യക്ഷത്തിൽ അവരുമായി ബന്ധം സ്ഥാപിച്ചു നിൽക്കലാണ് നിങ്ങൾക്ക് ഗുണകരം എന്നാണെങ്കിൽ ആ ഒരവസ്ഥയിൽ അത്രയും പറ്റും. ശരിക്കും മനസ്സിലാക്കാം. അവരുടെ ഉപദ്രവം സഹിക്കവയ്യാതിരിക്കുക, അവരുമായി ഇടന്നു നിന്നാൽ വലിയ പ്രശ്നമാണ്. അവരുമായി സ്നേഹത്തിൽ നിന്നാൽ തൽക്കാലം കുഴപ്പമില്ലാതെ പോകാം എന്ന് വരികയാണെങ്കിൽ അത്രയും അളവിൽ നിങ്ങൾക്ക് പറ്റും. അപ്പോഴും എന്ന് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നീട് വരുന്നത് അപ്പോഴും നിങ്ങൾ ഏത് അർത്ഥം വരെ ആകാം ബന്ധമെന്ന് ഹദീസ് നിർദ്ദേശിച്ചു. അപ്പൊ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി നിങ്ങൾക്ക് ഉറ്റബന്ധം പാടില്ല. ബന്ധം പാടുന്നു മാനുഷിക ബന്ധം. രണ്ടാമതായി നിങ്ങൾക്ക് അവരുമായി ബന്ധവും സ്നേഹത്തെ നിലനിർത്താം. ഏതവസ്ഥയിൽ അവരിൽ നിന്ന് ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടണം, അതിന് വേറെ മാർഗമില്ല എന്ന് വരുമ്പോൾ നിങ്ങൾക്കതാവാം. അതിൽ തന്നെ എത്ര വരെ പോകാം എന്ന് നിർണയിച്ചിട്ടുണ്ട്. ഇതല്ലാത്ത ഒരവസ്ഥയിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി നിങ്ങൾ ആത്മബന്ധം സ്ഥാപിക്കരുത്. നിങ്ങൾ മുഅ്മിനീങ്ങളെ വിട്ട് അവരുമായി കൂടുന്നു പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും അടുത്ത ബന്ധം എല്ലാം തുറന്ന് പങ്കുവെക്കാവുന്ന ബന്ധം ആരോടാണ്ടാവുന്നത്? മുഅ്മിനീങ്ങളോടാണ്. അതാണ് സ്ഥാപിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് എല്ലാം തുറന്ന് ബന്ധം പങ്കുവെക്കാവുന്ന ബന്ധം ആരോടാണ്ടാവുക? വിശ്വാസികളോട് തന്നെ. ആ ബന്ധങ്ങൾ അങ്ങനെ വിശ്വാസികൾ തമ്മിൽ സ്ഥാപിക്കാവും. എന്നാൽ ഇസ്ലാമിന്റെ എതിരാളികളും ശത്രുക്കളുമായി നിങ്ങൾ അത്തരത്തിലൊരു ആത്മബന്ധം സ്ഥാപിക്കരുത്. അങ്ങനെ നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ആത്മബന്ധം സ്ഥാപിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ ആരെങ്കിലും പോയാൽ അവനും അള്ളാഹു തമ്മിൽ ബന്ധമല്ല, അവനും അള്ളാഹു തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അവരിൽ നിന്ന് വല്ല അക്രമവും നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ആ അക്രമത്തെ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങളാവാം പരിനിശ്ചയിച്ചു പോകും. അള്ളാഹു അവനെ കുറിച്ച് തന്നെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങളെ താങ്ങിയിരുന്നു. അഥവാ അള്ളാഹിനെ നിങ്ങൾ മറക്കരുത്. ശരിക്കും പേടിക്കണം. അവൻ അറിയുന്നുണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ്.
പേടിപ്പെടുത്തുകയാണ്. അവൻ ഇടപെടുന്ന പേടി നിങ്ങൾക്ക് വേണം. മൂന്നാമത്തേത് അവനിലേക്കാണ് മടങ്ങുന്നുള്ള വിചാരം ഉണ്ടാവണം. ഇതൊക്കെ പലത് ഏത് വിഷയത്തിലാണ്? സമീപനത്തിന്റെ വിഷയത്തിലാണ്. സമീപനത്തിന്റെ വിഷയത്തിലാണ്. 3 താക്കീതുള്ളൂ. അല്ലാഹുവുമായുള്ള ബന്ധം ഇല്ല, ബന്ധം മറ്റുപോകും, അവനെ പേടിക്കണം, നിങ്ങൾ അവന്റെ അടുത്ത് മടങ്ങണം എന്ന ഭാഷയിലെ ഒരു നയനിലപാട് നമ്മുടെ ഒരു അടിസ്ഥാനമായ ഈ 3 ആളുകളോട് 3 വിഭാഗക്കാരെ എങ്ങനെ പെരുമാറുന്ന ഇസ്ലാമിന്റെ രീതിശാസ്ത്രം നമ്മൾ ഇന്ന ഇടപെട്ടില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടും ആളുകൾ താല്പര്യമില്ല. നമ്മൾ കുതിരയുടെ കണ്ണിലെത്തിയത് എതിരാളികളോട് എന്ത് സമീപനം സ്വീകരിക്കണം, അനുകൂലികളോട് എന്ത് നയനിലപാട് സ്വീകരിക്കണം, നിസ്സംഗതകളോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന ഇസ്ലാമിന്റെ രീതിശാസ്ത്രം പഠിച്ചിട്ട് ഒരു സമുദായം ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എങ്കിൽ ഇന്ത്യയിലെ അവസ്ഥ മാറുമായിരുന്നു. അങ്ങനെ ഒരു നിലപാട് പ്രബുദ്ധ കേരള മുസ്ലിമീങ്ങൾ സ്വീകരിച്ചിരുന്നു എങ്കിൽ കേരളത്തിന്റെ മുഖച്ഛായ വീണ്ടും വീണ്ടും മാറുമായിരുന്നു. ഈ വിഷയമുള്ള ഒരു കൂട്ടരാണെന്നും നമുക്ക് നിലപാട് വേണം എന്നും തീരുമാനിക്കാതെ മനസ്സിലാക്കാതെ ഓരോരുത്തരും അവന്റെ താല്പര്യ നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ഇവിടെ പ്രശ്നമുണ്ടായത്. അപ്പോഴാണ് നമ്മുടെ സമുദായത്തിന് അപ്പുറത്തുള്ള ഈ നിസ്സംഗരെയും ഈ അനുകൂലികളെയും ഈ എതിരെ ഒന്നിച്ച് കാഫിർ വിളിക്കാൻ തുടങ്ങി. അത് ഭയങ്കര അബദ്ധല്ലേ? എന്താ അക്രമം ചെയ്തത്? അനുകൂലികളെയും നിസ്സംഗരെയും നിഷേധയും ഒരുപോലെ കാഫിർ വിളിക്കാൻ തുടങ്ങി. അല്ല പൊറുക്കൂ, ആലോചിച്ചു, നിങ്ങൾ ഇതിന് പൊറുക്കോങ്ങി നിങ്ങൾ കിട്ടോ, ഇല്ലെങ്കിൽ തിരുത്തണം. നമ്മളല്ല